അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കുടങ്ങൽ എന്ന ചെടീനെ കുറിച്ചിട്ടാണ്. കുടങ്ങലിന് മുത്തിലൊന്നും പേരുണ്ട്. നിങ്ങൾ അയ്യത്തൊക്കെ കണ്ടിട്ടുണ്ടാകും, പക്ഷേ ഇതിൻ്റെ പേരൊന്നും അറിയിട്ടുണ്ടാവില്ല. ഇത് കഴിച്ചിട്ടുണ്ടാവില്ല. വളരെ കുറച്ച് ആൾക്കാർ ഇത് കഴിച്ചിട്ടുണ്ടാവുള്ളൂ. ഇതൊരു ഔഷധ സസ്യമാണ്. ഭക്ഷ്യയോഗ്യമാണെന്നൊന്നും അധികം ആർക്കും അറിയുണ്ടായിരിക്കില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കുടങ്ങലിനെ കുറിച്ചാണ്. അപ്പോൾ കുടങ്ങലിൻ്റെ ഫോട്ടോ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ കുടങ്ങിൽ നമുക്ക് തോരൻ വെച്ച് കഴിക്കാൻ, ചമ്മന്തി അരച്ചൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ഇത് ഓർമ്മശക്തിയും ബുദ്ധിക്കും ഒക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരെണ്ണമാണ്. കൂടാതെ ഇതുകൊണ്ടിട്ട് ഒരുപാട് മരുന്നിലൊക്കെ ഇത് ചേർക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നമ്മളിനി സന്തോഷ് ബ്രഹ്മിയും വേറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനൊക്കെ നടക്കുന്ന സമയത്ത് ഇത് നമ്മളൊന്ന് കഴിച്ചു നോക്കിയാൽ സ്വരം നന്നാവാൻ, ബുദ്ധി ഉണ്ടാവാൻ, എല്ലാ കാര്യങ്ങൾക്കും ഇത് ഗുണമാണ്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയായിട്ട് പോവാം. നമുക്ക് കുടങ്ങളിനെ കുറിച്ചുള്ള വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇതിൻ്റെ മറ്റു പേരുകൾ മുത്തിൽ കൊടകൻ എന്നൊക്കെയാണ്. ഇതിനൊരു കയ്പ് രുചിയുള്ളതിനാൽ വേറെ എന്തെങ്കിലും കൂടെ തോരൻ വെച്ച് അല്പാൽപമായിട്ട് ഇത് കഴിക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഇല ചമ്മന്തി ഉണ്ടാക്കാൻ പണ്ട് ഉപയോഗിച്ചിരുന്നു. ഇത് കഴിച്ചാൽ ബുദ്ധി വർദ്ധിക്കും. ഈ ചെടിയുടെ ഇലയ്ക്ക് നമ്മുടെ തലച്ചോറിൻ്റെ ആകൃതിയാണ്. ഇത് തന്നെ രാവിലെ വെറും വയറ്റി കഴിച്ചാൽ ബുദ്ധി വർദ്ധിക്കുന്ന ഈ ഇല വെറുതെ പിച്ച് കഴിച്ചാലും മതി. ശബ്ദം നന്നാവാൻ വേണ്ടി ഇതിൻ്റെ 2-3 ഇല എടുത്തിട്ട് അതിൽ കുരുമുളക് ചേർത്ത് വെച്ചിട്ട് ചവച്ചരച്ച് കഴിക്കാറുണ്ട്. ഉണങ്ങിയ കുരുമുളകാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പാട്ട് പഠിക്കുന്നവർക്ക് ഇങ്ങനെ ചെയ്യാം. പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. ഇത് തന്നെ 3 തരമുണ്ട്: നീലക്കുടങ്ങൽ, താമരക്കുടങ്ങൽ, സാദാ കുടങ്ങൽ എന്നിവയാണ്. ഞാൻ വീഡിയോ കാണിച്ചിരിക്കുന്നത് സാദാ കുടങ്ങലാണ്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ കുടങ്ങലിനെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. എല്ലാവരും ഹെൽത്തി ആയിട്ട് ജീവിക്കുക. അപ്പോൾ ബൈ. ശരീരത്തിൽ എവിടെയെങ്കിലും എത്ര ഉണങ്ങാത്ത മുറിവുണ്ടെങ്കിലും ഈ മുത്തിലെന്ന് പറയുന്ന കുടങ്ങൽ അരച്ച് തേച്ചാൽ മതി. കുട്ടികളിലും മുതിർന്നവരിലും ഉണ്ടാകുന്ന തലവേദനയ്ക്ക് ഇതിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാറുണ്ട്. കരൾ സംബന്ധമായ അസുഖമുള്ളവർ ഇത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഓർമ്മക്കുറവ്, ശ്രദ്ധയില്ലായ്മ എന്നിവയ്ക്കെല്ലാം ഇതിൽ തിളപ്പിച്ച വെള്ളം കുടിക്കാവുന്നതാണ്. ഇതിനൊരു കയ്പ് രുചിയുള്ളതിനാൽ വേറെ എന്തെങ്കിലും കൂടെ തോരൻ വെച്ച് അല്പാൽപമായിട്ട് ഇത് കഴിക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഇല ചമ്മന്തി ഉണ്ടാക്കാൻ പണ്ട് ഉപയോഗിച്ചിരുന്നു. ഇത് കഴിച്ചാൽ ബുദ്ധി വർദ്ധിക്കും. ഈ ചെടിയുടെ ഇലയ്ക്ക് നമ്മുടെ തലച്ചോറിൻ്റെ ആകൃതിയാണ്. ഇത് തന്നെ രാവിലെ വെറും വയറ്റി കഴിച്ചാൽ ബുദ്ധി വർദ്ധിക്കുന്ന ഈ ഇല വെറുതെ പിച്ച് കഴിച്ചാലും മതി. ശബ്ദം നന്നാവാൻ വേണ്ടി ഇതിൻ്റെ 2-3 ഇല എടുത്തിട്ട് അതിൽ കുരുമുളക് ചേർത്ത് വെച്ചിട്ട് ചവച്ചരച്ച് കഴിക്കാറുണ്ട്. ഉണങ്ങിയ കുരുമുളകാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പാട്ട് പഠിക്കുന്നവർക്ക് ഇങ്ങനെ ചെയ്യാം. പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. ഇത് തന്നെ 3 തരമുണ്ട്: നീലക്കുടങ്ങൽ, താമരക്കുടങ്ങൽ, സാദാ കുടങ്ങൽ എന്നിവയാണ്. ഞാൻ വീഡിയോ കാണിച്ചിരിക്കുന്നത് സാദാ കുടങ്ങലാണ്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ കുടങ്ങലിനെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. എല്ലാവരും ഹെൽത്തി ആയിട്ട് ജീവിക്കുക. അപ്പോൾ ബൈ.